നമ്മുടെ 115-ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെ സൗജന്യമായിട്ട് മ്യൂസിക് കിട്ടും എന്ന് ഉള്ള എപ്പിസോഡാണിത്. ആദ്യമായിട്ട് പറയട്ടെ, നിങ്ങൾ പല ഫോട്ടോസ് മാത്രം, അത് സുന്ദരി അല്ലാത്ത ആളുകളുടെ ഫോട്ടോസ് മാത്രം ഇട്ട് ഇന്നലെ കണ്ടതാണ് $74 നേടിയ ഫസ്റ്റ് ഇതാണ്. അവർക്ക് 100 ആയാലേ എടുക്കാക്കുള്ളൂ ആളുകളുണ്ട് ഫേസ്ബുക്കിൽ നിന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെയാണ് ആദ്യമായിട്ട് എനിക്കിത് കിട്ടിയത്. മിനിഞ്ഞാന്ന് $3 എനിക്കും വന്നു. നിങ്ങൾ ഇത്രയും ചെയ്ത് ഇത്രയും റീച്ച് 5000-10,000 പേരൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാത്തതിൻ്റെ കാരണം നിങ്ങൾ ഈ മലയാള പാട്ടുകളും തമിഴ് പാട്ടുകളും അതിൽ പോസ്റ്റ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് സൗജന്യമായി ഫേസ്ബുക്ക് മ്യൂസിക് തരുന്നുണ്ട്. അതിന് നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ ചുവപ്പൊരു റൈറ്റ് ആരോ മാർക്കിൽ റീൽസ് എന്ന് പറഞ്ഞു കാണും. നിങ്ങളുടെ റീൽസ് അതിൽ ചേർക്കുക. എന്നിട്ട് റീൽസിൻ്റെ മുകളിൽ അപ്പോഴത്തേനും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ മുകളിൽ സോങ്ങിൻ്റെ, അതായത് മ്യൂസിക് എന്നും പറഞ്ഞൊരിത് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് വരും. ഒന്ന് കോപ്പിറൈറ്റ് മ്യൂസിക്കുകൾ വരും. പിന്നെ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകൾ. നിങ്ങൾക്ക് അത് ലക്ഷക്കണക്കിനുണ്ട്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാതെ നിന്ന് ആ മ്യൂസിക് ഇട്ടാലും നിങ്ങൾക്ക് അതൊക്കെ ഇന്ത്യൻ മ്യൂസിക് കിട്ടും. അതിനകത്ത് ഫ്ലൂട്ട്, വയലിന്, തബല അങ്ങനെയുള്ള എന്ത് മ്യൂസിക്കുകളും കിട്ടും. ലക്ഷക്കണക്കിന് മ്യൂസിക്കുകളുണ്ട്. അത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്താൽ അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് ആ മ്യൂസിക്കുകൾ. നിങ്ങൾക്ക് അതിൽ നിന്ന് വേണം സെലക്ട് ചെയ്ത് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസ് മാത്രം ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാം. ചുമ്മാ 11,000, 25,000, 50,000 ഫോളോവേഴ്സ് ഉള്ളവരൊക്കെ ₹1 ഏണിങ്സ് ഇല്ലാതെ എന്നോട് ചോദിക്കുകയാണ് ഏണിങ്സ് കിട്ടിത്തുടങ്ങിയെന്ന്. എനിക്കന്ന് കിട്ടിത്തുടങ്ങി. അപ്പം അങ്ങനെ ചോദിച്ച ആൾക്ക് 11,000 ഫോളോവേഴ്സുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇത്. നിങ്ങൾ ആ മ്യൂസിക് എങ്ങനെയാണ് അതിൻ്റെ താഴെ എഫക്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പലർക്കും അറിയില്ല. ഇതൊന്നും ചെയ്യാൻ അറിയാവുന്ന കുറച്ച് പേരുള്ളൂ. അവർ പറഞ്ഞും തരില്ലല്ലോ. അവരൊക്കെ യൂട്യൂബിലും ഒക്കെ കയറി ചെയ്യുന്നവരും വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യുന്നവരും ഒക്കെ സ്വാഭാവികമായിട്ട് അവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നവർ അവർ ക്യാഷ് ചോദിക്കും അതിന്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ മ്യൂസിക് എഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചിത്രം മാറി മറിഞ്ഞ് പോകുന്നതും ലൈറ്റ് എഫക്റ്റുകളും എല്ലാം അതിനകത്ത് കിട്ടും. പിന്നെ ഫിൽറ്റർ ഇടാനൊക്കെ എല്ലാവർക്കും അറിയാം. ഫിൽറ്റർ ഒന്നും ഇട്ടല്ല ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ ആ മ്യൂസിക്കുകൾ അതായത് അത് ഒന്നും കൂടെ ഇത് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്കത് കാണാം. മ്യൂസിക് എങ്ങനെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഈ മ്യൂസിക്കുകൾ കോപ്പിറൈറ്റുള്ളത് എടുക്കാതിരിക്കുക. കുറേ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഇതായിപ്പോവും, ഡിലീറ്റ് ആയിപ്പോവും. അത്രേ ഉള്ളൂ. പിന്നെ മാത്രമല്ല, ഈ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നവർ മാക്സിമം നിങ്ങൾക്ക് ഈ ഇടയ്ക്കായി കണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് പലരും മെസ്സേജുകളും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾക്ക് വാട്സപ്പിലും ടെലഗ്രാമിൽ വരാൻ പറഞ്ഞൊക്കെ നിങ്ങളുടെ നല്ല രീതിയിൽ പോകുന്നവരെ നിങ്ങൾക്ക് കമ്പനിയാണുള്ള കോളുകളൊക്കെ വരും. നിങ്ങൾക്ക് മെസ്സഞ്ചറിൽ വരും. എന്നിട്ടത് ടെലഗ്രാമിൽ ചെല്ലാൻ പറയും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങൾ ഒരു നെഗറ്റീവ് ചാറ്റിലേക്ക് പോകാതിരിക്കുക. അതെല്ലാം വാച്ച് ചെയ്യേണ്ടത്. നമ്മുടെ വാട്സപ്പ് പോലും പോലീസ് അറിയാം, നമ്മൾ വിളിക്കുന്ന കോളുകളെല്ലാം. കാരണം ഇന്ത്യ ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞല്ലോ, ഭയങ്കരമായിട്ട്. കാരണം അപ്പോൾ അതോടൊപ്പം ഇന്ത്യ തകർക്കാൻ ഒരുപാട് പേരുമുണ്ട്, ഒരുപാട് രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ അവരേത് വിധേനയും നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തുകയും നമ്മളുടെ നമ്പർ 1 ശക്തിയാകാൻ പോകുന്ന ഒരു രാജ്യത്തെ തകർക്കാൻ ഏത് വിധേനയും അങ്ങനെ നോക്കുമ്പോൾ അത് ഫോണിലൂടെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നൊരാളുടെ വീട്ടിൽ ചെന്ന് രഹസ്യം കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം ഹാക്കഡാണ്. നിങ്ങളുടെ എല്ലാ ഡീറ്റെയിലുകളും ഈ പറയുന്ന ഓൺലൈനും എല്ലാം കിട്ടുന്നുണ്ട്, പോലീസ് ഫോഴ്സിനും കിട്ടുന്നുണ്ട്, ഇൻ്റലിജൻസിനും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളത് സൂക്ഷിച്ച് അത് ഉപയോഗിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ സാധാ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നവരോടല്ല പറയുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കോളുകൾ, ആണുങ്ങളാണെങ്കിൽ അതൊക്കെ AI ചാറ്റുകളാണത്. അതിന് പലത് AI ചാറ്റുകളാണ്. അവരോട് ഈ ചാറ്റ് ചെയ്യുന്നവരോട് ഒരു സംഭാഷണം ഇടാൻ പറ, ഒരു ഗുഡ് മോർണിംഗ് പറയാൻ പറ. അന്നേരം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടർ പറയുന്നത് കേൾക്കാം. കാരണം അതൊക്കെ ചീറ്റിംഗ് ചാറ്റുകളാണ്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് തകർത്ത് കളയാനൊക്കെ ശത്രുക്കൾക്ക് ചെയ്യാൻ പറ്റും. അത് പല കൈയില്ലാത്തയും കാലില്ലാത്തയും ഒക്കെ കാണിക്കുന്ന പല ഫോട്ടോസിനും നിങ്ങൾ ലൈക്കൊന്നും ഇടാൻ മെനക്കെടേണ്ട. അത് അവരുടെ പേരിലല്ല വരുന്നത്. കാരണം അത് AI ആണത്.
കാരണം എ ഐയിൽ ചെയ്തേച്ച് അവർ ഫോളോവേഴ്സും വ്യൂവേഴ്സും കൂട്ടാൻ വേണ്ടിയിട്ടും ലൈക്കും കമൻറ്റും കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി സുന്ദരികളായ പെൺകുട്ടികളുടെ പടമൊക്കെ ഇടുന്നതൊക്കെ അതൊക്കെ എ ഐ ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. ഒറിജിനലായിട്ടുള്ള കണ്ടൻറ് ഇടുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കിപ്പം പ്രൊമോഷനാണ്. അവർക്ക് നിങ്ങളിപ്പം ഒരു മൈനസ് മാർക്കൊക്കെ വീണ് കാണില്ല, അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ അതുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്യാഷ് വന്നുകൊണ്ടിരിക്കും. കാരണം അതൊക്കെ നിങ്ങൾക്ക് ഒരു കാലത്ത് ഏണിങ്സ് മൈനസ് മാറും. ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട്, ഒരു മാസം കൊണ്ട്, ചിലരുടെ 2 ദിവസം കൊണ്ട് മാറി. പക്ഷേ എനിക്കങ്ങനെ വന്നു കഴിഞ്ഞാണ് എനിക്ക് ക്യാഷ് വന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഈ മ്യൂസിക് ഇങ്ങനെ യൂസ് ചെയ്യുക. നിങ്ങളുടെ മറ്റുള്ളവരുടെ കണ്ടൻറ്റ് ഇപ്പോഴും മറ്റുള്ളവരുടെ കണ്ടൻറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ വേറെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇത് ഇടുന്നവരൊക്കെ ഉണ്ട്. കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്ത് ഇടുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടേതായ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്ത് ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ഫേസ്ബുക്ക് പോലും ഇതായിപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കേ ഇല്ലാതാവും. നിങ്ങൾക്ക് ഒരിക്കലും ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ജോയിൻ ചെയ്യാനൊക്കെ ഇല്ല. യൂട്യൂബ് ആണെങ്കിലും അതെ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനൊക്കാത്തൊരവസ്ഥ വരും. അത് ശ്രദ്ധിക്കുക. മ്യൂസിക് ഇങ്ങനെ തന്നെ, അതായത് റീൽസിലെടുത്ത് നിങ്ങളുടെ റീൽസ് എന്താണോ അത് കഴിഞ്ഞ് വെച്ച് മ്യൂസിക് എന്ന് പറഞ്ഞ് മുകളിൽ കൊടുക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വോയിസ് ഓവർ ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം അതിനകത്തുണ്ട്. വോയിസ് ഓവർ ഈ ഞാൻ പറയുന്ന പോലെ ഒരു വിഷ്വലിൽ വോയിസ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം അതിനകത്തുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കാണാം. അതിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് ചെയ്യുക. നിങ്ങൾക്ക് ഏണിങ്സ് വരും. നിങ്ങൾ വിചാരിക്കുന്നതല്ല, നമ്മൾ ജോലി ചെയ്താലും നമുക്ക് ആരെങ്കിലും പ്രതിഫലം തരുള്ളൂ, ചുമ്മാ ഇരുന്നാൽ തരില്ല. ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്തും ഉണ്ടാകുന്ന പൈസയൊക്കെ ചിലപ്പോൾ മൊത്തം ഞാൻ ചിലവാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത്. അത്രയും ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം.